വാർത്തകളിലേക്ക്. ഫസ്റ്റ് ഓൺ 24. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ പീഡനം നേരിട്ട അതിജീവിത മുഖ്യമന്ത്രി VD സതീശനെ കാണും. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടാണ് അതിജീവിത നാളെ മുഖ്യമന്ത്രിയെ കാണുക. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനേഷ്, എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച നടക്കുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ് വിനേഷ് കുമാറാണ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. വിനേഷ്, നാളെ എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച? അസിത, ഉന്മേഷ്, നാളെ വൈകുന്നേരം 4 മണിക്കാണ് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണാൻ അതിജീവിത തയ്യാറായിട്ടുള്ളത്. കാരണം നാളെ വൈകുന്നേരമാണ് അവർക്ക് കാണാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2023 മാർച്ച് 18-നാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് മയങ്ങുന്നതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അറ്റൻഡറിൽ നിന്ന് പീഡനത്തിനിരയാവുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നിരവധി പരാതികൾ നൽകിയിരുന്നു. ഈ അറ്റൻഡർ പിന്നീട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെങ്കിലും അന്ന് ഈ അറ്റൻഡർ പിന്തുണച്ചിരുന്ന കുറച്ച് ജീവനക്കാരുണ്ട്, 5ഓളം ജീവനക്കാരുണ്ട്. അവർക്കെതിരെ അവരിപ്പോഴും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുന്നുണ്ട്. അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ മറ്റ് 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അതായത് ഈ അതിജീവിതയുടെ മൊഴി മാറ്റി നൽകി, അതായത് അവർക്ക് കൊടുത്ത യഥാർത്ഥ മൊഴി ഈ പ്രതിക്ക് അനുകൂലമായി തയ്യാറാക്കിയെന്ന് ആരോപണം നേരിടുന്ന ഡോക്ടർ പ്രീതി, അതുപോലെ തന്നെ ഫാത്തിമ ബാനു, ഇവർക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാവണം എന്നും അതിജീവിത ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊരു പുനരധിവാസ പാക്കേജ് ആവശ്യപ്പെടും. മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, അവർ നിരന്തരമായി പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവർക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ്, നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പിന്തുണയുമായും എത്തിയ അവിടെ ഉണ്ടായിരുന്ന ഒരു നഴ്സിനെ സ്ഥലം മാറ്റിയിരുന്നു. അതിൽ NGO യൂണിയൻ നേതാവ് ഈ നഴ്സിനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്നത് ഉൾപ്പെടെയുള്ള ഓഡിയോ സന്ദേശമെല്ലാം ആ സമയത്ത് പുറത്തു വന്നതായിരുന്നു. വലിയ വിവാദം ഉണ്ടാവുകയും പിന്നീട് അവർക്ക് കോടതിയുടെ ഉത്തരവോടുകൂടി അവർ ഈ നഴ്സ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ തിരിച്ചു വന്ന സംഭവമൊക്കെ ഉണ്ടായി. എന്നാൽ പോലും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഇതിന്റെ ആക്ഷൻ സമിതി ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി K മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്താൻ നാളെ വൈകിട്ട് 4 മണിക്ക് അതിജീവിത തിരുവനന്തപുരത്തെത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.